ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു യമനി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. യമനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള തമീസും ഫൂലും ആണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അത്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇത് കഴിക്കാത്തവർ വളരെ കുറവായിരിക്കും. സൗദിയിലുള്ളവരൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചിട്ടുണ്ടാവും. വളരെ ചീപ്പായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ 4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 4 കപ്പ് അളവിലാണ് ചെയ്യുന്നത്. ഇത് സാധാരണ തമീസ് മൈദയിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പൊങ്ങാനായിട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ഓയിൽ ഇട്ടോ. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നമുക്ക് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒലിവ് ഓയിലൊക്കെ ചേർക്കാം കേട്ടോ. നമുക്ക് ഇത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈസ്റ്റും ഓയിലും പഞ്ചസാരയും ഉപ്പൊക്കെ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളം കുറവുണ്ടെങ്കിൽ ബാക്കിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൽ വ്യത്യാസമൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കുഴച്ച് നോക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 1/4 കപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം കുഴച്ചെടുക്കണമെങ്കിൽ കയ്യിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. എന്നാലേ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ചൂടുവെള്ളം കൊണ്ട് തന്നെ നിങ്ങൾ കുഴക്കുക. സാധാരണ വെള്ളം എടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈസ്റ്റ് ആക്റ്റീവ് ആവും. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇത് അടച്ച് വെക്കാം കേട്ടോ. ഓരോ സ്ഥലത്തിനനുസരിച്ച് ഓരോ ടെമ്പറേച്ചറിനനുസരിച്ച് പൊങ്ങണതിന് വ്യത്യാസം വരും. ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ പൊങ്ങി കിട്ടും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും മാവ് പൊങ്ങാനായിട്ട് വെച്ചതിന് ശേഷമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ഫൂല് നമുക്ക് റെഡിയാക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉള്ളി അരിഞ്ഞതൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഉള്ളി വഴറ്റിയെടുക്കാനുള്ള ഓയിൽ ഇട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴന്നാൽ മാത്രം മതി. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് എരിവൊന്നുമുള്ളതല്ല കേട്ടോ. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതലായിട്ട് മുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടിന്ന് ഫൂലിൻ്റെ ഒരു കണക്കാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ഉള്ളി ഒരു തക്കാളി ഇത്രേ എടുത്തിട്ടുള്ളൂ. ഈ തക്കാളിയും കൂടെ നമുക്കിതിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പം തക്കാളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഫൂല് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ടിന്നാണ് വരിക കേട്ടോ. ഫവ ബീൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്മ പയറൊക്കെ പോലെ തന്നെയാണ്. ഇത് ഓൾറെഡി വെന്തിട്ടുള്ളതാണ്, റെഡി ടു ഈറ്റ് ആണ് കേട്ടോ. ഇതിൽ ഈ വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിൽ ഈ പയർ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ വെന്തിട്ടുള്ള പയറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാനൊക്കെ പറ്റും. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഇതാണ്, ഫവ ബീൻസാണ്. ഇത് നമുക്ക് മസാലയൊക്കെ മിക്സ് ചെയ്തിട്ടും വരാറുണ്ട്, ഉടച്ചിട്ടൊക്കെ വരാറുണ്ട് കേട്ടോ. പല ടിന്നും പല ഇതിലാണ് വരാറുള്ളത്. അപ്പോൾ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം. വലിയ മസാലയൊക്കെ ചേർത്തിട്ട് ഉടച്ച് വരുന്നുണ്ട്. അതാവുമ്പോൾ നമുക്ക് നേരെ ഇട്ടെടുത്തിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മിക്സീൻ്റെ ജാറിൽ വെച്ചിട്ടാണെങ്കിൽ നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്താൽ മതി. എന്തായാലും നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഓൾറെഡി ഇതിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഒന്നും ഇതിലേക്ക് ചേർക്കാനൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഫൂല് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഇതധികം വേവാനൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഉള്ളിയുടെ തക്കാളിയുടെ ഒരു ഇതിൽ കടന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു 1.5 മണിക്കൂറായപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂടുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് പീസുകളാക്കി എടുക്കാം. അപ്പോൾ ഓരോരുത്തർ എത്ര വലുപ്പത്തിനനുസരിച്ച് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. വലിയ തമീസാണെങ്കിൽ വലിയ ബോളാക്കിയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ തവയിലാണല്ലോ ഇപ്പോൾ ചുട്ടെടുക്കുന്നത്, അപ്പോൾ നമ്മുടെ തവേൻ്റെ ഒരു പാകത്തിനാക്കിയിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഒരു 4 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വലിയ തവയിൽ വലിയ കല്ലിലൊക്കെ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് സാധാരണ തമീസ് തവയിലല്ല ഉണ്ടാക്കാറുള്ളത്, നമ്മുടെ റൊട്ടിയൊക്കെ ചുടുന്ന അതേ അടുപ്പിൽ തന്നെയാണ് ചുട്ടെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ തവയിൽ ചുട്ടെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോ ബോളുകളും ഞാനിതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ റോളറിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. കുറച്ച് പൊടി ഇട്ടിട്ട് വേണം നമ്മൾ പരത്താനായിട്ട് കേട്ടോ, ഇല്ലെങ്കിൽ ഒട്ടി പിടിക്കും. ഇതിൽ എണ്ണയൊന്നും തേക്കരുത് കേട്ടോ, പരത്തുന്ന സമയത്ത് പൊടി ഇട്ടിട്ട് തന്നെ പരത്തുക. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് പരത്തിയാൽ തന്നെ നന്നായിട്ട് പരന്ന് കിട്ടും. ഇനി നമ്മുടെ വിരലിൻ്റെ അറ്റം വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇത് പൊങ്ങാൻ പാടില്ല കേട്ടോ. ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കുബൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊങ്ങി വരാറുണ്ട്, ഇത് പൊങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ബോളുകൾ ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ പരന്ന് കിട്ടും കേട്ടോ. ഈസ്റ്റുള്ളത് കാരണം തന്നെ നല്ലോണം വലിയും. അപ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നന്നായിട്ട് പൊടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് വലിപ്പമൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. കുറച്ച് കട്ടി തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. നമ്മൾ റൊട്ടി കുബൂസിനൊക്കെ പരത്തുന്ന പോലെ തന്നെ അത്യാവശ്യം കുറച്ച് കട്ടിയിലാണ് മാവ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ പരത്തിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് തവയിലിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമാണ് നമ്മൾ ഇതിൽ വെള്ളം തടവി കൊടുക്കേണ്ടത്, എണ്ണ അല്ല കേട്ടോ, വെള്ളമാണ്, സാധാരണ വെള്ളമാണ്. അപ്പോൾ അത് ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ തവയിൽ വെച്ചിട്ടുണ്ട് ഞാൻ, ചൂടായിട്ടുള്ള തവയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിലും കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ടൊന്ന് തൊട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു ഭാഗം റെഡിയാവുന്ന സമയത്ത് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഉണ്ടാവുക കേട്ടോ. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും, എന്നാലും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം 2 ഭാഗത്തുനിന്ന് വെള്ളം നമ്മൾ കയ്യിലാക്കിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഓയിലൊന്നും തേച്ച് കൊടുക്കരുത് കേട്ടോ, വെള്ളം തന്നെ ഇതാക്കിയിട്ട് തന്നെ നമ്മൾ ചുട്ടെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇത് പൊങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിരൽ വെച്ചിട്ട് ഈ കുത്തി കൊടുക്കുന്നത്. പൊങ്ങിയിട്ടുണ്ടെങ്കിൽ കുബൂസ് പോലെ തന്നെ ആയി വരും. അതുകൊണ്ട് അങ്ങനെയല്ല ഇത് ചെയ്യുക കേട്ടോ. അതുകൊണ്ടാണ് വിരൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കുത്തി ഇതാക്കി കൊടുക്കുന്നത്. ഇത് നമ്മൾ കരിഞ്ജീരകം ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ ചെഡർ ചീസ് ഉള്ളിലിട്ടിട്ടൊക്കെ ഈ തമീസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ 2 ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്കിത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. പുറത്ത് വെച്ചിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു വലിയുന്ന പോലെ ആവും, ഒരു ബലം വെച്ചിട്ടാവും. ഇത് ഈ മൊരിഞ്ഞ ഈ സമയത്ത് തന്നെ കഴിക്കണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ചുട്ടെടുക്കുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. ഇത് അടച്ചു വെക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ ചുട്ട പാടെ നമ്മൾ കൊണ്ടുവരണേ, കവറിൽ പോലും ആക്കാറില്ല കേട്ടോ. അങ്ങനെ പുറത്തിങ്ങനെ വെച്ചിട്ട് തന്നെയാണ് അവർ തരാറുള്ളത്. അപ്പോൾ അത്രയും ഇതാണ്, ആ ഒരു ചൂടോട് കൂടി തന്നെ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കുക. ചുട്ടെടുക്കുന്ന സമയത്ത് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ഭാഗം നന്നായിട്ട് തന്നെ മൊരിച്ചിട്ടെടുക്കുക. കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ടിട്ട് മൊരിഞ്ഞിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ക്രിസ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തമീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫൂലിൽ ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ദാലുണ്ട്, അതുപോലെ ഫൂല്, അതുപോലെ തമീസ്. ഇപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചീസും കൂടെ ഉണ്ട് കേട്ടോ, വേണമെന്നുള്ളവർക്ക്.
പിന്നെ ചായ. ഇത്രയേ ഉള്ളൂ. ദാലും ഇതിൻ്റെ കൂടെ വരുന്നതന്നെയാണ്. സാധാരണ നമ്മൾ ദാൽ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. നല്ല സോഫ്റ്റാണ് കേട്ടോ ഉൾഭാഗം. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.